ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അലീനാസ് കിച്ചൻ. ഇന്നത്തെ സ്പെഷ്യലാണ് ടൊമാറ്റോ റൈസ്. നല്ല ടേസ്റ്റിയായ ഒരു റൈസ് റെസിപ്പിയാണ്. നമ്മൾ ടിഫിൻ ബോക്സിലൊക്കെ ക്യാരി ആക്കി കൊടുക്കാൻ നല്ല പെർഫെക്റ്റായ ഒരു റൈസ് റെസിപ്പിയാണിത്. ചിലപ്പോൾ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയാകുമ്പോൾ ഇങ്ങനത്തെ റൈസൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിക്കറാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റൈസ് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെന്ന് സിമ്പിളായി കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽക്ക് ആദ്യമായിട്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. പെട്ടെന്ന് നമുക്ക് റെസിപ്പി കണ്ടു നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് ഇതിക്ക് വേണ്ടിയാൽ മസാല ഗ്രൈൻഡ് ആക്കി എടുക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വറുത്ത മല്ലിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഡ്രൈ ചില്ലി ഒരു 5-6 എടുക്കണം. എരിവിൻ്റെ അനുസരിച്ച് എടുത്താൽ മതി. ഇത് കുറച്ച് എരിവ് കുറവുള്ളതുകൊണ്ട് 6 എടുത്തിട്ടുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, ഒരു പിടി തേങ്ങ. ആദ്യം നമുക്കിത് ഒന്ന് ഗ്രൈൻഡ് ആക്കി എടുക്കണം, ബ്ലെൻഡ് ആക്കി എടുക്കുക. ഇതിന് വേണ്ടി 2 ചെറുപ്പം കൂടി ചേർത്താണ്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം എന്നൊക്കെ പറയലേ, അത് ചേർത്തെടുക്കാം. പെപ്പർകോൺ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ക്യൂമിൻ സീഡ്സ്, അതും കൂടി ചേർത്തിട്ട് ഫസ്റ്റ് നമുക്കൊന്ന് ക്രഷ് ആക്കി എടുക്കണത്. എന്നിട്ട് വേണം നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് പേസ്റ്റ് രൂപത്തിൽ ഇത് ഗ്രൈൻഡ് ആക്കി എടുക്കാം. ഈ കൺസിസ്റ്റൻസി വേണം നമ്മൾ ഇത് പേസ്റ്റ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു കട്ടിയിൽ കുക്കർ എന്തെങ്കിലും ചൂടാക്കാൻ വേണ്ടിയൊക്കെ കുക്കറിലാക്കുമ്പോൾ പെട്ടെന്നായി കിട്ടും ഇത്. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യോ ഇല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. അതൊന്ന് ഹീറ്റാകുമ്പോൾ നമുക്ക് ഹോൾ മസാല ഇട്ട് കൊടുക്കാം. ഇത് പട്ട, ഗ്രാമ്പു, ഏലക്ക. എന്നിട്ട് അതൊന്ന് ഫ്ലേവർ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആക്കിയ ശേഷം ഒരു സവാള മീഡിയം സൈസ് സ്ലൈസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഒരു സവാള എടുത്തിട്ടുണ്ട് ഞാനിവിടെ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒരു ലൈറ്റ് പിങ്ക് ആവണ വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് ഞാനിവിടെ കാഷ്നട്ട്സ് ആണ് ചേർത്ത് കൊടുക്കും. കാഷ്നട്ട്സ് വേണമെങ്കിൽ നമുക്ക് ആ മസാല ചേർത്തുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ ചേർത്തിയാലും മതി. ഒരു 5-6 കാഷ്നട്ട്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പാക്കാം കേട്ടോ. എന്നിട്ട് ഫ്ലേവർക്ക് വേണ്ടി ഇവിടെ ഞാൻ ഒരു ലീഫ് ചേർത്തിട്ടുണ്ട്. അത് എല്ലാവർക്കും കിട്ടുമെന്ന് എനിക്കറിയില്ല, പലാവ് ലീഫ് എന്നൊക്കെ പറയുക. അത് കിട്ടിയാൽ ചേർത്താൽ ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ, അത് സ്കിപ്പാക്കിയാൽ മതി. അതൊരു ഫ്ലേവർക്ക് വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതില്ലെങ്കിൽ ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 4 തക്കാളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണം. എന്നിട്ട് അത് ചെറുതായി ചോപ്പാക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. അത് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വരുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു ലിഡ് ഓൺ കവറാക്കിയിട്ട് അതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് അതിക്ക് വേണ്ടിയിൽ ബിരിയാണി റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, 2 ഗ്ലാസ്. അത് നമുക്ക് നല്ല വാഷാക്കിയിട്ട് ഈ സ്റ്റേജിൽ നമുക്ക് കുതിർത്തി വെക്കണം, കുറച്ച് വെള്ളം പറഞ്ഞ് കുതിർത്തി വെക്കണം. എന്നിട്ട് നമ്മളിവിടെ ലിഡ് ക്ലോസ് ആക്കിയിട്ട് വേവിച്ച് വെച്ച ടൊമാറ്റോ ഒന്ന് ചെക്കാക്കി വെക്കാം. നല്ലതുപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ സോഫ്റ്റായി വരുന്നു. എന്നിട്ട് നമുക്കിതിക്ക് വേണ്ടിയിൽ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചേർത്തിയാൽ മതി. എന്നിട്ട് നമ്മൾ അപ്ലൈ ഗ്രൈൻഡാക്കി വെച്ച മസാല പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മസാല ഉണ്ടല്ലോ ഭയങ്കര ഫ്ലേവറാണ്. ഇങ്ങനെ ആക്കി റൈസ് ഉണ്ടാക്കി നോക്കി തീർച്ചയായും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ടേസ്റ്റാണിത്. ഈ മസാല ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്മെൽ പോണ വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് ആ സെയിം ജാർ ഉണ്ടാവില്ല, അതിൽ തന്നെ നമുക്ക് കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം പാർന്നിട്ട് അതൊന്ന് മിക്സാക്കി ഈ മസാലയ്ക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മസാല ജസ്റ്റ് ഒന്ന് ബോയിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റൊക്കെ പിടിക്കും. ഈ മസാല വെള്ളം പാർന്നിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം, അതൊന്ന് തിളച്ച് വരുന്ന വരെ. അപ്പോൾ തന്നെ നമുക്ക് ആ റൈസ് ഉണ്ടാവില്ല, നമുക്ക് ഡ്രെയിൻ ആക്കി എടുക്കാം, വെള്ളം വാർത്ത് വെക്കാം. എന്നിട്ട് ഇതിക്ക് ടേസ്റ്റിനനുസരിച്ച് സോൾട്ട് ചേർത്തേക്ക് 1.5 ടീസ്പൂൺ സോൾട്ട് കൂടെ മസാലയ്ക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലേവർക്ക് വേണ്ടി ഒരു പിടി മല്ലിയില, പുതിന കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയ ശേഷം നമ്മൾ വാർത്ത് വെച്ച റൈസ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിന് മുമ്പായിട്ട് ഞാൻ എഗ് ബിരിയാണി, എഗ് റൈസിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു വ്യൂവേഴ്സ്. അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് ലിങ്ക് ചെക്ക് ചെയ്താൽ മതി, അതെല്ലാം സെൻഡ് ആക്കിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ റൈസൊക്കെ ഡ്രെയിൻ ആക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. മസാല ഒക്കെ എല്ലാം മിക്സായി വരണം, അതുകൊണ്ട് നല്ല ഒന്ന് മിക്സാക്കിയ ശേഷം വെള്ളത്തിൻ്റെ അളവ് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. എന്നിട്ട് 2 ഗ്ലാസ് അരി എടുത്തിരുന്നു, അതിന് സെയിം 3.5 ഗ്ലാസ് വെള്ളം പാർന്ന് കൊടുക്കണം. 3 ഗ്ലാസ് വെള്ളം പാർന്നിട്ട് എന്നിട്ട് 1/2 ഗ്ലാസും കൂടി വെള്ളം പാർന്ന് കൊടുക്കാം.
മെഷർമെൻറ്റ് കറക്റ്റാണ് കുക്കറിലാകുമ്പോൾ. നമ്മൾ ഓൾറെഡി 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിരുന്നു, അതുകൊണ്ട് 3.5 ഗ്ലാസ്സാണ് വെള്ളം ചേർത്തുന്നത്. അപ്പോൾ പെർഫെക്റ്റായിട്ട് റൈസ് കുക്കായി വരും. ടൊമാറ്റോയിലൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് 3.5 ഗ്ലാസ് പെർഫെക്റ്റാണ് ഇതിന്. 3 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഇതൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലത് മിക്സ് ആക്കിയ ശേഷം സോൾട്ട് ഒന്ന് ചെക്ക് ആക്കണം ഈ സ്റ്റേജിൽ. എന്നിട്ട് 1 ടീസ്പൂണും കൂടി ഞാൻ ഇവിടെ സോൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോൾട്ടൊക്കെ നമ്മൾ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2.5 ടീസ്പൂൺ ടോട്ടലിയാണ് ഇവിടെ സോൾട്ട് ചേർത്തിട്ടുണ്ട്. നല്ല മിക്സ് ആക്കിയ ശേഷം നമുക്ക് ലിഡ് കവറാക്കിയിട്ട് ഒരു 2 വിസിൽ വരുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കുന്നത്. ഇതാ കണ്ടോ, 2 വിസിലായ ശേഷം പ്രഷറൊക്കെ പോയ ശേഷം നമുക്ക് തുറന്ന് നോക്കിയപ്പോൾ നല്ലൊരു ഫ്ലേവർ, ഇതിന് ഫ്ലേവർ ഉണ്ടല്ലോ, റിയലി നല്ലൊരു ഗുഡ് സ്മെല്ലാണ്. അപ്പോൾ ആ റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. തീർച്ചയായും നമുക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേപോലത്തെ റൈസ് റെസിപ്പിയൊക്കെ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ആദ്യമായിട്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ചാനൽക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്കിത് റൈസ് ഒന്ന് ടേസ്റ്റ് ആക്കി നോക്കാം. നല്ലൊരു ഫ്ലേവർഫുൾ ടേസ്റ്റിയായ ടൊമാറ്റോ റൈസാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.